ഹേ ഹലോ ദർ. അപ്പോൾ ഇനി നമ്മൾ HTML ഇമേജ് ടാഗ് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ചെറിയൊരു HTML ഒരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനാണ് ഞാൻ ഫയൽ മാനേജറിലോട്ട് പോയി അവിടെ ഒരു ലോക്കൽ ഫയൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു നെയിം കൊടുക്കണമല്ലോ. ഞാൻ ഇപ്പോൾ റെഡ് സ്പൈ എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഓക്കെ അടിച്ചു. അപ്പോൾ ആ ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഇമേജ് സെലക്ട് ചെയ്യണം. ഇമേജ് ഞാൻ സെർച്ച് ചെയ്യുവാണ്. ഇമേജ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫോൾഡറിൻ്റെ അകത്തോട്ട് കൊണ്ടുവരണം. അപ്പം ഞാനൊരു ക്യാറ്റിൻ്റെ ഇമേജാണ് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് കോപ്പി ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് കോപ്പി ചെയ്തെടുത്തു. ഇനി നമുക്ക് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിലോട്ട് വരണം. അതിനായിട്ട് ഞാനിവിടെ കുറേ നോക്കിയെങ്കിലും ഇതിൽ ഒരുപാട് ഫോൾഡേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെർച്ച് ഐക്കണിൽ പോയിട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോൾഡർ നെയിം ഇവിടെ സെർച്ച് ചെയ്യുവാണ്. റെഡ് സ്പൈ എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്യുവാണ്. സെർച്ച് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫോൾഡർ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് ആ ഇമേജ് ഇതിൽ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ എടുക്കുക. കോഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അകത്താണ് നമ്മളെ HTML ഇമേജ് ടാഗ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷൻസാണ്. ഞാൻ മുമ്പ് ഇതിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഡിൽ തന്നെ കോഡ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു മേലെ കാണുന്ന 3 ഡോട്ടുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മേലെ കാണാൻ പറ്റും ഫയൽസ് എന്നുള്ള ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻറ്റേർണൽ സ്റ്റോറേജിൽ പോവുക. ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നമ്മളുടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫയലുണ്ടല്ലോ അത് ജസ്റ്റ് തപ്പിയെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ സെർച്ച് ചെയ്തിട്ടാണ് നോക്കുന്നത്. റെഡ് സ്പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ നെയിം ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു ഫയലുണ്ടല്ലോ അത് ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ് കിടക്കുന്നത്. സോ ആ ഒരു ഫോൾഡർ സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് അത് ക്ലിക്ക് ചെയ്തു. അതിൻ്റെ അകത്ത് നേരത്തെ കോപ്പി ചെയ്തെടുത്ത ആ ഇമേജ് സേവ് ആയി കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ മേലെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ന്യൂ ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നെയിം കൊടുക്കാൻ പറ്റും, ഫയൽ നെയിം. ഇപ്പോൾ ഞാനിവിടെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനായിട്ട് index.html കൊടുക്കുവാണ്. ഓക്കെ, index.html എന്ന് കൊടുക്കുവാണ്. സ്പേസ് വരാൻ പാടില്ല. അതുപോലെ index.html എന്ന് ഇതേപോലെ തന്നെ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പം നമ്മളുടെ HTML ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്രിയേറ്റ് ചെയ്ത ഫയലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിലായിരിക്കും നമ്മളെ ഫസ്റ്റത്തെ HTML ടാഗൊക്കെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ HTML എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുവാണ്. HTML എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഓപ്പണിംഗ് ടാഗും അതുപോലെ ക്ലോസിംഗ് ടാഗും ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം ഹെഡ് ടാഗ് ഇട്ട് കൊടുത്തു. അതുപോലെ ടൈറ്റിൽ ടാഗും ഇവിടെ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ ടൈറ്റിൽ ടാഗും ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ടൈറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്യുവാണ്. HTML ടാഗ് ഫോർ ഇമേജ്. ഓക്കെ, ജസ്റ്റ് ഇഷ്ടമുള്ള കൊടുക്കാറ് അതൊക്കെ നിങ്ങളെ ഒരു ഇതനുസരിച്ച് കഴിക്കും. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഹെഡ് ടാഗിൻ്റെ അടിയിലായിട്ട് അതിനടുത്തത് ബോഡി ടാഗാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഹെഡ് ടാഗിൻ്റെ അടിയിലായിട്ട് ബോഡി ടാഗ് കൊടുക്കുവാണ്. ഞാനിവിടെ ബോഡി ടാഗ് കൊടുത്തു.
സോ ഈ ഒരു ബോഡി ടാഗിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മളെ ഇമേജ് ടാഗ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാനിപ്പോൾ ഒരു ഇമേജ് ടാഗ് ടൈപ്പ് ചെയ്യുവാണ്. ഇമേജ് ടാഗ് img സ്പേസ് ഇട്ടിട്ട് src ഈക്വൽ ടു സൈഡിൽ 2 കൊട്ടേഷൻ ഡബിൾ കൊട്ടേഷൻ മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്തെടുത്ത ആ ഒരു ഇമേജിൻ്റെ ഫയൽ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. cat.jpg എന്ന് കൊടുക്കുക. സോ എന്നിട്ട് ആ ഒരു ടാഗ് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ അടിയിൽ തന്നെ ഹെഡിങ് ടാഗ് കൊടുക്കുവാണ്. ജസ്റ്റ് എന്തെങ്കിലും റാഡായിട്ട് ഞാൻ അപ്പോൾ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് അതിന് പകരം വേറെ എന്തെങ്കിലും വയ്ക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം ഇത് വരുന്നുണ്ടോയെന്ന്. ഓക്കെ, ഇപ്പം നമ്മൾ കോപ്പി ചെയ്തെടുത്ത ആ ഇമേജും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത് വന്നിട്ടുണ്ട്. അത് സൈസ് ഇത്തിരി ഓവറായിട്ട് കാണിക്കുന്നത്. നമുക്കതിന് ഒരു ഇമേജ് കറക്റ്റ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിന് ഹൈറ്റും വെഡ്ത്തും സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കാണിക്കുന്ന പോലെ ആദ്യം വെഡ്ത്ത് ടൈപ്പ് ചെയ്തിട്ട് ഈക്വൽ ടു ഒരു കൊട്ടേഷൻ മാർക്കിൻ്റെ ഉള്ളിൽ ഞാൻ 200 കൊടുക്കുവാണ്. അതുപോലെ ഹൈറ്റ് അടുത്തതായിട്ട് ടൈപ്പ് ചെയ്യുവാണ്. ഹൈറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈക്വൽ ടു കൊട്ടേഷൻ മാർക്കിൻ്റെ ഉള്ളിൽ തന്നെ 200 എന്ന് കൊടുക്കുവാണ്. 2 സെയിം വാല്യൂ ആയിട്ട് തന്നെ കൊടുക്കുന്നത്. സോ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു ഇമേജ് ടാഗ് HTML അകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ പല രീതിയിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഇനിയും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും.